നമസ്കാരം. ഇന്ന് ചിങ്ങമെന്നാണല്ലോ. മലയാളികൾക്ക് ചിങ്ങം തുടങ്ങിയ പിന്നെ ഓണമാണ്. ഓണത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇന്നത്തെ തലമുറ ഓണം എന്താണെന്ന് അറിയില്ല. പണ്ട് എന്നൊക്കെ പറയാൻ നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ ഓണം വന്നു കഴിഞ്ഞാൽ അത്തം തൊട്ട് തിരുവോണം വരെയും പൂക്കളം ഇടും, തുമ്പതുള്ളലും, ഊഞ്ഞാലാട്ടം, അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ വടംവലി, കോലികളി, കൈകൊട്ടിക്കളി, ഇങ്ങനെയുള്ള കലാരൂപങ്ങളോടെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഇന്നത്തെ തലമുറക്ക് ഇത് അറിയില്ല. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കണം. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു അഹങ്കാരമാണ്. അതെല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കണം. അപ്പോൾ ഞങ്ങളിന്ന് രണ്ടുപേരും, എൻ്റെ സുഹൃത്ത് അനീഷ് ചെല്ലാനം, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിൻ പെരുമാനൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കൊച്ചിൻ പെരുമാനൂരിലെ കലാകാരന്മാരാണ്. ഞാൻ 25 വർഷമായി നാടൻപാട്ട് കലാരംഗത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ 10 വയസ്സിൽ കോലികളി, അരച്ചമുട്ടുകളി തുടങ്ങി കലാരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കൊച്ചിൻ പെരുമാനൂരിൽ പ്രവർത്തിക്കുന്നു. 25 വർഷം ഞങ്ങളുടെ സമിതി പിന്നിടുകയാണ്. അതൊരു ഇതിലൂടെ അറിയിക്കുകയാണ്. 2023 ഡോക്ടർ അംബേദ്കർ ഫെലോഷിപ്പ് അവാർഡ് കിട്ടാൻ വേണ്ടി ഒരു ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ ഡൽഹിയിൽ 2 പ്രോഗ്രാം ചെയ്ത് അവിടെ വെച്ച് നമ്മുടെ തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഞങ്ങൾ ആദരിക്കുകയും സ്വീകരണം തരികയും ചെയ്തു. അപ്പോൾ ഓണം ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ, ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള ചെറിയൊരു പരിപാടിയുടെ സ്പെഷ്യൽ എന്നൊരു ഓണമാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മുടെ അമ്മമാരൊക്കെ പാടിയ ഒരു നാടൻ ഒരു ഓണപ്പാട്ടാണ്. അത് പാടി എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ വട്ടത്തിൽ നിന്നിട്ട് അവർ കൈകൊട്ടി കളിച്ച് പാടുന്നൊരു ഓണംകളിപ്പാട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വരികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്തുകൊണ്ട് പാടുന്നതാണ്. ഈ പാട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പെരുമാനൂരിലൂടെ ഈ പാട്ട് ഞങ്ങൾ പാടിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചിങ്ങമൊന്നായിട്ട് ഞങ്ങൾ ഈ ഓണപ്പാട്ട് പറയുകയാണ്. പിന്നെ അനീഷ് ആണ് ഇന്ന് തകിലി ചെയ്യുന്നത്. അനീഷിനെ പറ്റി പറയാനാണെങ്കിൽ ചെല്ലാനത്തുള്ളതാണ് നമ്മുടെ അനീഷ്. അതുപോലെ തന്നെ അനീഷ് എത്ര വർഷം തകിലി ചെയ്യുന്ന? ഒരു 7 വർഷമായിട്ടുണ്ട്. അനീഷിൻ്റെ പ്രത്യേകതയുണ്ട്. അനീഷിനെ ആരും പഠിപ്പിച്ചല്ല കേട്ടോ തകിലി. അനീഷ് സ്വന്തമായിട്ട് തന്നെ ഇത് വീട്ടിലിരുന്ന് മൊബൈലിലൊക്കെ ഇരുന്ന് കണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരുടെ തകില് വേളമൊക്കെ കണ്ട് മൊബൈലിൽ നോക്കിയിരുന്നിട്ട് കൊട്ടിപ്പടിച്ചൊരു കലാകാരൻ അനീഷ്. അപ്പോൾ അനീഷിനും ഞാനും കൂടെയാണ്. അപ്പോൾ ഇത് വലിയൊരു സംഭവം ആരും കാണണ്ട. അപ്പോൾ ഈ പാട്ടിൽ എന്തെങ്കിലും കുറവുകളോ വരികൾ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഹാർദമെന്ന് ക്ഷമിക്കണം. ഇത് ഞങ്ങളുടെ ഒരു ഓണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ഓളമായിക്കോട്ടെ എല്ലാവരും കൂടി. അപ്പോൾ എല്ലാവരും സപ്പോർട്ടോടുകൂടി ഞങ്ങളൊരു ഓണപ്പാട്ടിലേക്ക്. പൊന്നിൻ ചിങ്ങമാസം പൊന്നോണം വരവായി, പൊന്നോല കുടചൂടി പോരും പെരുമാളോരേ, പേരവനമ്മാവേലി പേരുകേട്ട മാവേലി, പേരവനമ്മാവേലി പേരുകേട്ട മാവേലി. പൊന്നിൻ ചിങ്ങമാസം പൊന്നോണം വരവായി, പൊന്നോല കുടചൂടി പോരും പെരുമാളോരേ, പേരവനമ്മാവേലി പേരുകേട്ട മാവേലി, പേരവനമ്മാവേലി പേരുകേട്ട മാവേലി. ആണ്ടിലൊന്നായെത്തിടുന്നു മക്കളെ കാൺമാൻ, നല്ലവനാം വിഷ്ണുദേവൻ നൽകിയ വരം. ആണ്ടിലൊന്നായെത്തിടുന്നു മക്കളെ കാൺമാൻ, നല്ലവനാം വിഷ്ണുദേവൻ നൽകിയ വരം. മാവേലി നാടു ഭരിച്ചിടൂ, സൽഭരണം ഞങ്ങൾക്കേകിടൂ. മാവേലി നാടു ഭജിച്ചിടൂ, സൽഭരണം ഞങ്ങൾക്കേകിടൂ. പൊന്നിൻ ചിങ്ങമാസം പൊന്നോണം വരവായി, പൊന്നോല കുടചൂടി പോരും പെരുമാളോരേ, പേരവനമ്മാവേലി പേരുകേട്ട മാവേലി, പേരവനമ്മാവേലി പേരുകേട്ട മാവേലി. പൊന്നിൻ ചിങ്ങത്തേരിലേറി മക്കളെ കാൺമാൻ, വന്നിടുക മാവേലി നീ മക്കളെ കാൺമാൻ. പൊന്നിൻ ചിങ്ങത്തേരിലേറി മക്കളെ കാൺമാൻ, വന്നിടുക മാവേലി നീ മക്കളെ കാൺമാൻ. മാവേലി നാടു ഭജിച്ചിടൂ, സൽഭരണം ഞങ്ങൾക്കേകിടൂ. പൊന്നിൻ ചിങ്ങമാസം പൊന്നോണം വരവായി, പൊന്നോല കുടചൂടി പോരും പെരുമാളോരേ,
പേരവനമ്മാവേലി പേരുകേട്ട മാവേലി പേരവനമ്മാവേലി പേരുകേട്ട മാവേലി പൊന്നിൻ ചിങ്ങമാസം പൊന്നോണം വരവായി പൊന്നോല കുടചൂടി പോരും പെരുമാളോരേ പേരവനമ്മാവേലി പേരുകേട്ട മാവേലി പേരവനമ്മാവേലി പേരുകേട്ട മാവേലി